Very good morning, dear students. So, welcome to our 11th class, and we begin a new topic today, new chapter, stages of internalization. Okay, so when you say about internationalize your company, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ്, നമ്മൾ ഏതൊക്കെ മെത്തേഡുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് ഇൻ്റർനാഷണൽ കമ്പനീസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ MNCs എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ, മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ആ ഒരു പൊസിഷനിലേക്കൊക്കെ എത്തുന്നത്? ഒരു ചെറിയൊരു ഫേമാണ്, പക്ഷെ അവർ എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ ഗ്രൂപ്പിൽ വരൂ. വലിയ കമ്പനീസാണ്, അവർ മാത്രമാണോ നമുക്ക് ഈ ഒരു ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ കമ്പനീസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. സോ ഇൻ ദിസ് ടോപ്പിക് നമ്മൾ ഇൻ്റർനാഷണലൈസേഷനെ കുറിച്ചിട്ടാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഓക്കെ, ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസൈനിങ് ദ പ്രോഡക്ട്സ്. സാധാരണ നമ്മൾ ഒരു ഓർഗനൈസേഷൻ, ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവരൊരു പ്രോഡക്റ്റിന് ഡിസൈൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രോഡക്റ്റിന് രൂപം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ ആൾക്കാരുടെയും നീഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? So for what purpose ultimately these products are produced? So products are produced to satisfy the needs of the people. ഇതാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. സോ ഹിയർ ഓൾസോ ദാറ്റ് ഈസ് അവർ ഗോൾ. ഒരു ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ടു ഡിസൈൻ ദി പ്രോഡക്റ്റ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദി പീപ്പിൾ ഗ്ലോബലി. അതാണ് ഇവിടെ വരുന്നൊരു ചെറിയൊരു വ്യത്യാസം. ദാറ്റ് ഈസ് പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ നീഡ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കഴിവുള്ളതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മീറ്റ്സ് ഓൾ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. കാരണം ഓരോ രാജ്യങ്ങളിലും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിളാണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നീഡ്സാണ് ഓരോരുത്തർക്കും വരുന്നത് അല്ലേ? എല്ലാവരുടെയും നീഡും ഒരിക്കലും ഒരുപോലെ ആവണമെന്നില്ല. പക്ഷേ നമ്മുടെ പ്രോഡക്റ്റിനെ എല്ലാവരുടെയും നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പല രാജ്യങ്ങളിലുള്ള പല കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻ്റർനാഷണലൈസേഷൻ ഇസ് അബൌട്ട് ദ ഡിസൈനിങ് ഓഫ് പ്രോഡക്ട്സ് that it should meet the needs of the users in many countries and it should be easily adopted to do so. Okay, that is what I have written here, designing of product that meet the needs of the users in many countries. പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ, ദാറ്റ് ഈസ് അവരുടെ നീഡ്സ് എന്താണോ ദാറ്റ് ഷുഡ് ബി ഈസിലി അഡോപ്റ്റഡ് ഓൾസോ അല്ലേ? അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ദാറ്റ് ഈസ് പല കൺട്രീസിലേക്കും നമ്മളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ബിക്കംസ് ഇൻ്റർനാഷണലൈസേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി എത്തരം കമ്പനീസിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫേം എന്ന് നമ്മൾ പറയുന്നത്? ഫേംസ് എൻഗേജ്ഡ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. either it is big, neither small, ഏത് വേണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഒരു ബിഗ് ഫേം ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ ഫേം ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇഫ് ദേ ആർ എൻഗേജ്ഡ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് ആക്ടിവിറ്റീസ് then they are called international firms. അതേപോലെ തന്നെ മൾട്ടിനാഷണൽ ഫേംസ് ആൻഡ് ട്രാൻസ്നാഷണൽ കമ്പനി. അപ്പോൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ എൻ്റർപ്രൈസസ്, മൾട്ടിനാഷണൽ എൻ്റർപ്രൈസസ് ഓർ ഇൻ്റർനാഷണൽ ഫേംസ് ആയിട്ടാണ് നമ്മൾ ഇവരിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ദി ഫേംസ് ആർ സ്മോൾ ഓർ ബിഗ്. വലിയ വലിയ കമ്പനീസ് മാത്രമാണ് MNCs ആയിട്ടും MNEs ആയിട്ടും TNEs ആയിട്ടൊക്കെ വരാൻ പാടുള്ളൂ എന്നുള്ളത് എവിടെയും പറയുന്നില്ല.
whether it is big or small, if they involve in the activities of international business, they are known as international firms, multinational enterprises and transnational enterprises. ഇങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. അവിടെ വലിപ്പ ചെറുപ്പം ഒന്നും തന്നെ ഇല്ല. ഇത് ബിഗ് ഓർ സ്മോൾ, അവരുടെ ആക്ടിവിറ്റീസ് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇഫ് ദെയർ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്, ദെൻ ദേ ആർ നോൺ ആസ് ഇൻ്റർനാഷണൽ ഫേംസ്, MNEs or TNEs. ഓക്കെ, ഇനി നമുക്കിതിലെ ഒരു 5 സ്റ്റേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷനിൽ നമ്മൾ കുറച്ച് സ്റ്റേജസ് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഡൊമസ്റ്റിക് കമ്പനി, ഇൻ്റർനാഷണൽ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനി, ഗ്ലോബൽ കമ്പനി, ട്രാൻസ്നാഷണൽ കമ്പനി, ഇങ്ങനെ 5 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. നൗ വി വിൽ സീ ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ ഈച്ച് ആൻഡ് എവറി സ്റ്റേജ്. അപ്പോൾ ഓരോ സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് ഏതൊക്കെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് ഡൊമസ്റ്റിക് കമ്പനി എന്നറിയപ്പെടുന്നത്, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, ഏതൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ചെയ്യുമ്പോഴാണ് ഇൻ്റർനാഷണൽ കമ്പനി ആയിട്ട് അറിയപ്പെടുന്നത് എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷനിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് 5 സ്റ്റേജസ് ആണ്. 5 സ്റ്റേജസിൽ ഡൊമസ്റ്റിക് കമ്പനി, ഇൻ്റർനാഷണൽ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനി, ഗ്ലോബൽ കമ്പനി ആൻഡ് ട്രാൻസ്നാഷണൽ കമ്പനി എന്നുള്ളതാണ്. ഓക്കെ, സോ നൗ വി വിൽ സീ വൺ ബൈ വൺ ഇൻ ഡീറ്റെയിൽ. So now the question is, what is a domestic company? Domestic company എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത്, എവിടെയാണ് അതിൻ്റെ ബൗണ്ടറി വരുന്നത്, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഡൊമസ്റ്റിക് കമ്പനി ലിമിറ്റ്സ് ഇറ്റ്സ് ഓപ്പറേഷൻസ്, മിഷൻ ആൻഡ് വിഷൻ. അവർ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് അവർ ലിമിറ്റ് ചെയ്യുന്നത്? ടു ദ നാഷണൽ പൊളിറ്റിക്കൽ ബൗണ്ടറീസ്. അവരുടെ നാഷണൽ പൊളിറ്റിക്കൽ ബൗണ്ടറീസിനാണ് അവരുടെ മാക്സിമം സ്പേസ് അവർ കൊടുക്കുന്നത്. ഓക്കെ, അവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് അവർ ഏത് രാജ്യത്താണോ ആ രാജ്യമാണ് അവരുടെ നാഷണൽ ബൗണ്ടറി എന്ന് പറയുന്നത്, അവിടെ ഒതുങ്ങി നിൽക്കുന്നതാണ്. ദിസ് കമ്പനി ഫോക്കസ് ഇറ്റ്സ് വ്യൂ ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഡൊമസ്റ്റിക് സപ്ലയർ, ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ കമ്പനീസ്, ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ് എക്സെട്ര. അപ്പോൾ ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ആരാണ്? ആ രാജ്യത്തുള്ള മറ്റുള്ള ഡൊമസ്റ്റിക് കമ്പനീസിനെയോ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിനെയോ ഡൊമസ്റ്റിക് സപ്ലയേഴ്സിനെയോ ആണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. Okay, these companies analyze the national environment of the country, formulate the strategies to exploit the opportunities offered by the environment. സോ ഗ്ലോബൽ വൈസ് അവർ എൻവയൺമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇവർക്ക് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവർ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. മോസ്റ്റ് ഇൻ്റർനാഷണൽ കമ്പനീസ് ഹാവ് ദെയർ ഒറിജിൻ ആസ് ഡൊമസ്റ്റിക് കമ്പനി. നമുക്കറിയാം ഇന്ന് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പല കമ്പനീസും അവരുടെ ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് തന്നെയാണ് അവരുടെ ഒറിജിൻ ഉണ്ടായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് ഒരാളും ഇൻ്റർനാഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതിലേക്ക് ആരും എത്തുന്നില്ല. സോ ഓരോ കമ്പനീസിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് അവരുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ നിന്ന് തന്നെയാണ്, അവരുടെ ഡൊമസ്റ്റിക് പ്ലേസിൽ നിന്ന് തന്നെയാണ്, അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. അവരെ വളർത്തുന്നത് ഡൊമസ്റ്റിക് സപ്ലയേഴ്സും ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സാണ്. ഇൻ്റർനാഷണലി അവർക്കൊരു പ്രോഡക്റ്റ് ഇൻ്റർനാഷണലൈസ് ചെയ്യാനുള്ള ഒരു ചാലഞ്ചിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മുഴുവൻ അവർക്ക് കിട്ടുന്നത് മുഴുവൻ അവരവരുടെ സ്വന്തം രാജ്യത്തിൽ നിന്നാണ്. അതിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ്, അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ബേസ് ചെയ്തിട്ടാണ് ദേ ആർ ചാലഞ്ചിങ് അതർ കൺട്രീസ് ഓൾസോ. അങ്ങനെയാണ് അവർ വൈഡൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ് ഈസ് അവർക്ക് കിട്ടുന്ന സ്ട്രെങ്ത്തും കാര്യങ്ങളെല്ലാം അവരുടെ സ്വന്തം ഹോം ലാൻഡിൽ നിന്ന് തന്നെയാണ്.
എന്നുള്ളതാണ്. ഓക്കെ, so these companies focuses on domestic operations only. Domestic operations ആണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കാരണം എവറിത്തിങ് ഇസ് ഡൊമസ്റ്റിക്. ഓക്കെ, സോ അതിനൊരു നല്ലൊരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. പതഞ്ജലി ഹാവ് കറൻ്റ്ലി ഇറ്റ്സ് മേജർ ഓപ്പറേഷൻസ് ഇൻ ഇന്ത്യ ഓൺലി. പതഞ്ജലി ഗ്ലോബലി പോകാനായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. സോ ദേ ആർ വർക്കിംഗ് ഫോർ ഇറ്റ്. പക്ഷേ നൗ ദേ ആർ അവരുടെ മേജർ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഇൻ ഇന്ത്യ. So they are planning to go globally also. A domestic company may extend its products to foreign markets by exporting, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഒരു ഡൊമസ്റ്റിക് കമ്പനിക്ക് ഫോറിൻ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടിങ്, ഒന്നെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് മറ്റ് കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യാനുള്ള ലൈസൻസിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസിങ് എന്നുള്ള രൂപത്തിലും അവർക്ക് അവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാവുന്നതാണ്. ദേ ക്യാൻ ഗോ ഗ്ലോബലി എന്നുള്ളതാണ്. സോ ദ കമ്പനി ഹൗവർ ഇസ് പ്രൈമറിലി ഡൊമസ്റ്റിക് ആൻഡ് ഓറിയൻറ്റേഷൻ എസെൻഷ്യലി ഇസ് എത്നോസെൻട്രിക്. സോ ഇവിടെ മെയിൻ തിങ് ഇസ് അവർ ഡൊമസ്റ്റിക് കമ്പനി തന്നെയാണ്. അതേപോലെ തന്നെ അവരുടെ മെയിൻ ഫോക്കസും ഡൊമസ്റ്റിക് മാർക്കറ്റും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് സപ്ലയറും ഡൊമസ്റ്റിക് കസ്റ്റമറിനെയും ബേസ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ അവർ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇൻ ഫ്യൂച്ചർ ദേ മേ എക്സ്റ്റെൻഡ് എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള കമ്പനീസാണ് ഏതിൽ വരുന്നത്, ഡൊമസ്റ്റിക് കമ്പനീസിൽ വരുന്നത്. വെൻ ദേ ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ്, ഡൊമസ്റ്റിക് കൺട്രി, ഡൊമസ്റ്റിക് സപ്ലയേഴ്സ്, ഡൊമസ്റ്റിക് customers, domestic financial companies, domestic market opportunities, ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴാണ് they are known as domestic companies. Okay, and second thing is international companies. എപ്പോഴാണ് നമ്മൾ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ എന്ന് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്പനീസ് എന്ന് നമ്മൾ പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, so some of the domestic companies which grow beyond their production or domestic marketing capacities think of internationalizing their operations. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് കമ്പനി അവർക്ക് നല്ല വൈഡ് റീച്ച് മാർക്കറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ നല്ല സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ, when they grow more than in the domestic country, അതിലേക്ക് കൊടുക്കാവുന്നതിനേക്കാളും അപ്പുറത്തേക്ക് അവർക്ക് വളരാൻ സാധ്യതകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഇൻ്റർനാഷണലൈസിങ്ങിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചിന്തയിലേക്ക് വരുമ്പോഴാണ്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ മാറ്റം വരുമ്പോഴാണ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ എന്ന് നമ്മൾ അവരെ പറയുന്നത്. ഓക്കെ, സോ these companies select the strategy of locating a branch in foreign markets and extend the same domestic operations into foreign markets. So what they are actually planning is they are finding out a proper strategy and they are finding out a location to extend their domestic marketing activities to a foreign market എന്നുള്ളതാണ്. ഓക്കെ, സോ അവർ സെയിം ഓപ്പറേഷൻസ് തന്നെയാണ് ഡൊമസ്റ്റിക് കൺട്രിയിൽ അവർ ചെയ്യുന്ന സെയിം ഓപ്പറേഷൻസ് തന്നെയാണ് ഒരു ഫോറിൻ മാർക്കറ്റിലേക്കും അവർ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബിസിനസ് പ്രാക്ടീസസ്, അതായത് ഡൊമസ്റ്റിക് പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് അതർ ബിസിനസ് പ്രാക്ടീസസ് ടു ദ ഫോറിൻ മാർക്കറ്റ്സിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. Okay, so thus the international company extends the domestic country marketing mix and business model and practices to foreign countries. ഇതിലെ international companies focus on domestic practices but extend the wings to foreign countries. അപ്പോൾ അവർ മെയിനായിട്ട് എന്താണെന്നുണ്ടെങ്കിൽ മെയിൻ ഫോക്കസ് അവരുടെ ഡൊമസ്റ്റിക് കൺട്രി തന്നെയാണ്. പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ ദേ ആർ ട്രൈയിങ് ടു എക്സ്റ്റെൻഡ് ദെയർ വിങ്സ് ടു അതർ ഫോറിൻ മാർക്കറ്റ്സ് ഓൾസോ.
സോ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് തന്നെയാണ് അവർ അവിടെയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ ഫോറിൻ മാർക്കറ്റ്സിലേക്ക് ജസ്റ്റ് ഈ ഒരു രീതിയിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Okay, the company may have its headquarters in one central location, but it has subsidiary offices in each of the countries it operates in. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അവിടെ ഓരോ സബ്സിഡിയറി ഓഫീസസും അവർ സെറ്റപ്പ് ചെയ്യും. പക്ഷേ ഒരു സെൻട്രൽ ഓഫീസ് തന്നെയായിരിക്കും ഒരു സ്ഥലത്തുണ്ടായിരിക്കാം. അവിടെ നിന്ന് സബ്സിഡിയറി കമ്പനീസായിട്ട് നമ്മൾ കോൺടാക്റ്റിലുണ്ടായിരിക്കും. സബ്സിഡിയറി കമ്പനീസ് എന്ന് പറയുന്നത് എവിടെയാണോ ഏതൊക്കെ രാജ്യങ്ങളിലാണോ നമ്മൾ ബിസിനസ് സെറ്റ് ചെയ്യുന്നത് അവിടെ ഓരോ സബ്സിഡിയറി ഓഫീസസ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. Okay, and next third one is multinational corporations. So multinational corporations എന്ന് പറയുമ്പോൾ large corporations ആണ് having investment and business in number of countries known by various names such as multinational corporations. So normally MNCs എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അറിയപ്പെടുന്നത് പല കമ്പനീസിനെയും. അതേപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. പല രാജ്യങ്ങളിലും ഇഷ്ടംപോലെ കൺട്രീസിൽ അവർക്ക് ബിസിനസ് ഉണ്ടായിരിക്കാം. അത്തരത്തിൽ വരുന്ന കമ്പനീസിനെയാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ കോർപ്പറേഷൻസ് ആൻഡ് ഗ്ലോബൽ കോർപ്പറേഷൻസ് ഓഫ് ഫേംസ്, കമ്പനീസ് ഓർ എൻ്റർപ്രൈസസ് ഹാവ് ബിക്കം എ വെരി പവർഫുൾ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ദ വേൾഡ്സ് എക്കണോമി. അപ്പോൾ നമുക്ക് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ കുറച്ച് എന്താ പറയുക ഫോറിൻ മൾട്ടിനാഷണലും ഇന്ത്യൻ അഫിലിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്സിഡിയറി ആയിട്ടുള്ള കമ്പനീസും തന്നിട്ടുണ്ട്. ഒന്ന് ബാറ്റ കോർപ്പറേഷൻ. ഇതാണ് മൾട്ടിനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു പേര്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ബാറ്റ ഇന്ത്യ, അതേപോലെ തന്നെ കാഡ്ബറി വേൾഡ് ലെവലിലുള്ള വേൾഡ് മാർക്കറ്റിലുള്ള കമ്പനിയാണ്. അപ്പോൾ അതിന് കാഡ്ബറി കമ്പനി നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതിന് കാഡ്ബറി ഇന്ത്യ എന്നും അറിയപ്പെടുന്നുണ്ട്. അതർ കൺട്രീസിലുള്ളത് കാഡ്ബറി. അതേപോലെ കോൾഗേറ്റ് പാമോലിവ്, കോൾഗേറ്റ് ഇന്ത്യ ഉണ്ട്, കോൾഗേറ്റ് പാമോലിവ്. പാമോലിവ് എന്ന് പറയുന്നത് MNCയിൽ വരുന്നതാണ്, ഫോറിൻ കൺട്രീസിൽ വരുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ കോൾഗേറ്റ് എന്ന് പറയുമ്പോൾ അത് കോൾഗേറ്റ് ഇന്ത്യ ആയിട്ട് ആ കാര്യങ്ങൾ അങ്ങനെയാണ് അവരുടെ കമ്പനി അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ലിവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. അത് യൂണിലിവർ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റ്സിലാണ് യൂണിലിവറായിട്ട് അറിയുന്നത്. അതേപോലെ തന്നെ മാരുതി എന്ന് പറയുന്ന പേര് നമുക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട്. മാരുതി സുസുക്കി എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. സുസുക്കി എന്ന് മാത്രം പറയുന്നത് ഫോറിൻ മാർക്കറ്റ്സിലാണ്. സുസുക്കിയുടെ കമ്പനീസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇന്ത്യയിലുണ്ട്, ഫോറിൻ കൺട്രീസിലുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്ത്യയിലാവുമ്പോൾ അതെന്തായി മാറി? മാരുതി സുസുക്കി ആയിട്ട് മാറി. ഫോറിൻ കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ സുസുക്കി എന്ന് പറയുന്ന പേരിൽ മാത്രമാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ സോണി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ മാർക്കറ്റ്സിൽ അങ്ങനെയാണ് അറിയുന്നത്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലോ സോണി ഇന്ത്യ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. സോ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ റെസ്പോൺസ് ടു ദി സ്പെസിഫിക് നീഡ്സ് ഓഫ് ദി ഡിഫറെൻറ്റ് കൺട്രി മാർക്കറ്റ്സ് റിഗാർഡിംഗ് പ്രോഡക്റ്റ് പ്രൈസ് ആൻഡ് പ്രൊമോഷൻ. ചില കാര്യങ്ങളൊക്കെ ഇപ്പം എന്താ പറയുക, ആദ്യം സോണിക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ ഇന്ത്യയിൽ പ്രൊഡക്ഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഓരോ കൺട്രീസിൻ്റെയും നീഡ്സ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ പല കാര്യങ്ങളിലും മാറ്റം വരുന്നത്. സോ പ്രൈസിങ്, അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അതിൻ്റേതായിട്ടുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളിൽ വരുന്ന ചേഞ്ചസ്, ഇതൊക്കെ എൻറ്റയർലി ഓരോ കൺട്രീസിനും ചിലപ്പോൾ ചില മാറ്റങ്ങളും ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. MNCs formulate different strategies for different markets. അവർക്ക് എല്ലായിടത്തേക്കും ഒരേ കൈൻഡ് ഓഫ് സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ലേ. കാരണം ഓരോ കൺട്രീസും ഓരോ പോളിസീസ് ഫോളോ ചെയ്യുന്നതായിരിക്കാം. സോ അങ്ങനെ വരുമ്പോൾ സ്ട്രാറ്റജീസും ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്താലാണ് ഡിഫറെൻറ്റ് മാർക്കറ്റ്സിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ദസ് MNC operates in more than one country but operates like a domestic company of the country concerned. അപ്പോൾ ഓരോ കൺട്രീനെ നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യത്തെ സ്വന്തം കമ്പനി ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് പല രാജ്യങ്ങളിലും പല രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും അവരവരുടെ രാജ്യത്ത് വരുമ്പോൾ അത് അവരവരുടെ കമ്പനികളായിട്ട് ആണ് അത് നമ്മൾ ഓരോരുത്തരും കൺസിഡർ ചെയ്യുന്നത്.
Okay, so these companies shift from ethnocentric to polycentric. Examples of multinational companies നെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ ബാറ്റ, കാഡ്ബറി ഇതൊക്കെ MNCs തന്നെയാണ്. അത് അറിയപ്പെടുന്ന പല പേരുകളും നമ്മളിതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ഗ്ലോബൽ കോർപ്പറേഷൻസ്. ഗ്ലോബൽ കോർപ്പറേഷൻസിനെ റിലേറ്റ് ചെയ്ത് നോക്കുകയാണ്. എന്താണ് ഗ്ലോബൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്? ഇറ്റ് പ്രൊഡ്യൂസസ് ഇൻ ഹോം കൺട്രി ഓർ ഇൻ എ സിംഗിൾ കൺട്രി ആൻഡ് ഫോക്കസസ് ഓൺ മാർക്കറ്റിംഗ് ദീസ് പ്രോഡക്ട്സ് ഗ്ലോബലി, ഓർ പ്രൊഡ്യൂസസ് ദി പ്രോഡക്ട്സ് ഗ്ലോബലി ആൻഡ് ഫോക്കസസ് ഓൺ മാർക്കറ്റിംഗ് ദീസ് പ്രോഡക്ട്സ് ഡൊമസ്റ്റിക്കലി. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നെങ്കിൽ അവർ ഹോം കൺട്രീനെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ കൺട്രീനെ മാത്രം ഫോക്കസ് ചെയ്യാണ് ഓൺ മാർക്കറ്റിംഗ് ദീസ് പ്രോഡക്ട്സ് ഗ്ലോബലി. ഒക്കെ പ്രൊഡക്ഷൻ ഒരു സ്ഥലത്ത് നടത്തുകയും മറ്റ് പല സ്ഥലങ്ങളിൽ ഇത് മാർക്കറ്റ് ചെയ്യാനായിട്ട്, മറ്റ് പല രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല രാജ്യങ്ങളിൽ പ്രൊഡക്ഷൻ നടക്കുകയും ഡൊമസ്റ്റിക് കൺട്രിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രിയിലോ അവരിതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന രീതി. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്ഥലത്ത് കാര്യങ്ങളൊക്കെ മാനുഫാക്ചറിങ് ചെയ്ത് എല്ലാ രാജ്യങ്ങളിലേക്കും മാർക്കറ്റിങ്ങും സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പല കൺട്രീസിലും നമ്മൾ പ്രൊഡക്ഷൻ നടത്തുകയും ഏതെങ്കിലും ഒരു കൺട്രിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ ഗ്ലോബൽ കോർപ്പറേഷൻസ്. സോ അതിനെ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹാർലി ഡേവിഡ്സൻ്റെ ഇറ്റ്സ് വെരി പോപ്പുലർ മോട്ടോർ സൈക്കിൾസിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു പേരാണ് ഇത്. അപ്പം ഹാർലി ഡേവിഡ്സൻ്റെ നമ്മളൊരു ബൈക്ക് എന്ന് പറയുമ്പോൾ, അവരുടെ വണ്ടി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് ഹെവി എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ് ഇസ് ഇറ്റ് ഈസ് ഹെവി. അപ്പോൾ ഹെവി പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ അതുമാത്രമല്ല അതിൽ യൂസ് ചെയ്യുന്ന ഓരോ പാർട്ടുകളും ഇറ്റ് ഈസ് ഹെവി തന്നെയാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ് ഈസ് നമുക്കതിൽ പറയുന്ന ഡോക്ടർ റെഡ്ഡീസ് ലാബ്. നമ്മളിപ്പോൾ ഈ കൊറോണ ആയിട്ടൊക്കെ നമ്മൾ കുറച്ചും കൂടി ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിലെന്താണ് ചെയ്യുന്നതെങ്കിൽ ഡിസൈൻസ് ആൻഡ് പ്രൊഡ്യൂസസ് ഡ്രഗ്സ് ഇൻ ഇന്ത്യ ആൻഡ് മാർക്കറ്റ്സ് ഗ്ലോബലി. സോ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇന്ത്യയിലും, പക്ഷേ ഈ മരുന്നുകൾ കയറ്റി അയക്കുന്നത് ഫോറിൻ കൺട്രീസിലേക്കും നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഒരു ക്ലോത്തിങ് ആൻഡ് ആക്സസറീസിൻ്റെ ഒരു റീറ്റെയിലേഴ്സാണ്. സോ അവർ ദ ഹോൾ വേൾഡ്, നമ്മുടെ ഇന്ത്യയിലും അവരുടെ നെറ്റ്വർക്ക് ഉണ്ട്. കംപ്ലീറ്റ്ലി ത്രൂ ഓൺലൈനാണ് നമുക്ക് കാര്യങ്ങൾ, ക്ലോത്തിങ് ആക്സസറീസ് മുഴുവൻ അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് ദെൻ സോ ഇത്തരം ഇതിനെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മാത്രം, ഒരു രാജ്യത്ത് മാത്രം പ്രൊഡക്ഷൻ നടത്തുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ അത് കയറ്റി അയക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയുന്നത് ഗ്ലോബൽ കോർപ്പറേഷൻസ് ആണ്. അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും നമ്മളിതിൻ്റെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ടിവിറ്റീസൊക്കെ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു കൺട്രീസിലേക്ക് മാത്രം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്യുന്നതും ഗ്ലോബൽ കോർപ്പറേഷൻസിൻ്റെ ഭാഗമാണ്. Okay, and next one is about transnational corporations. Transnational corporations എന്ന് പറഞ്ഞാൽ do not have centralized management system. Transnational companies do not have subsidiaries, but many companies do not have subsidiaries, but many companies. It is an integrated global enterprise that links global resources with global markets at profit. So global resources available ആയിട്ടുള്ളത് എന്താണോ അതിനെ ലിങ്ക് ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റിൽ മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ദർ ഇസ് നോ പ്യുവർ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സോൺ മൊബൈൽ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നാച്ചുറൽ ഗ്യാസ് കമ്പനിയാണ്. അതേപോലെ ടൊയോട്ടോ, നെസ്ലെ, ഫോക്സ് വേഗൻ, ഹോണ്ട, സീമെൻസിൻ്റെ ഇതൊക്കെ ദേ ആർ മോർ ഓർ ലെസ് ബോർഡർലെസ് ആൻഡ് ദേ ഡു നോട്ട് കൺസിഡർ എ പർട്ടിക്കുലർ കൺട്രി ആസ് ദെയർ ബേസ്. അവർക്ക് ഇന്ന രാജ്യമാണ് അവരുടെ ബേസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അവരെല്ലായിടത്തും ഉണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ കമ്പനീസിനെയാണ് നമ്മൾ ട്രാൻസ്നാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ
എന്താണ് ദാറ്റ് ഈസ് ഒരു ചെറിയ ഒരു പേജ് നമ്പർ 275 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ആ ടേബിളിൽ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ സ്റ്റേജസ് ഡൊമസ്റ്റിക് ആയിരിക്കാം, ഇൻ്റർനാഷണൽ, മൾട്ടിനാഷണൽ, ഗ്ലോബൽ ആൻഡ് ട്രാൻസ്നാഷണൽ. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. കോൺഫിഗറേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് കേപ്പബിലിറ്റീസ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനീസിൽ ലൊക്കേറ്റഡ് ഇൻ സെൻട്രലൈസ്ഡ് ആൻഡ് അതേഴ്സ് ആർ ഡിസ്പേഴ്സ്ഡ് എന്നുള്ളതാണ്. ഇൻ്റർനാഷണലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഴ്സസ് ഓഫ് കോർ കോമ്പിറ്റൻസീസ് സെൻട്രലൈസ്ഡ് ആൻഡ് അതർ തിങ്സ് ആർ ഡീസെൻട്രലൈസ്ഡ്. ഡീസെൻട്രലൈസ്ഡ് മൾട്ടിനാഷണലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആൻഡ് നാഷണലി സെൽഫ് സഫിഷ്യൻ്റ് ആണ്. ഗ്ലോബൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് ആൻഡ് ഗ്ലോബലി സ്കെയിൽഡ് ആണ്. ട്രാൻസ്നാഷണൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പേഴ്സ്ഡ്, ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആൻഡ് സ്പെഷ്യലൈസ്ഡ്. അവർക്ക് ഒരു കൺട്രിയിൽ നിന്നാണ് അവരുടെ തുടക്കം, അല്ലെങ്കിൽ അവരുടെ ബേസ് എന്ന് പറയാനില്ല. ദേ ആർ മൂവിങ് ഗ്ലോബലി എന്നുള്ളതാണ്. ഇനി റോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കൺട്രി എപ്പോഴും ഫോക്കസ് ചെയ്യണത് സിംഗിൾ കൺട്രി ആയിരിക്കും. ഇൻ്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ അഡാപ്റ്റിംഗ് ആൻഡ് ലീവറേജിങ് പേരൻറ്റ് കമ്പനി സ്ട്രാറ്റജീസ്. അപ്പോൾ സ്ട്രാറ്റജീസിനനുസരിച്ചിട്ടാണ് അവർ ഓരോന്ന് ചെയ്യുക. മൾട്ടിനാഷണൽ ആണെന്നുണ്ടെങ്കിൽ സെൻസിങ് ആൻഡ് എക്സ്പ്ലോയിറ്റിംഗ് ലോക്കൽ ഓപ്പർച്യൂണിറ്റീസ്. ഏതൊക്കെ കൺട്രീസിലാണ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഗ്ലോബലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് പേരൻറ്റ് കമ്പനി സ്ട്രാറ്റജീസ്. മറ്റ് പല രാജ്യങ്ങളിലേക്കും അവരെ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? പാരൻറ്റ് കമ്പനിയുടെ സ്ട്രാറ്റജീസാണ്. ഇനി ട്രാൻസ്നാഷണലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് കോൺട്രിബ്യൂഷൻസ് ബൈ നാഷണൽ യൂണിറ്റ്സ് ടു ഇൻറ്റഗ്രേറ്റഡ് വേൾഡ് വൈഡ് ഓപ്പറേഷൻ. സോ അവിടെ അവരുടേതായിട്ടുള്ളതൊന്നുമില്ല, വേൾഡ് വൈഡായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് നോളജിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക്കലി ഹോം കൺട്രി അതേപോലെ തന്നെ അതിനെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോളജ് ഡെവലപ്ഡ് അറ്റ് ദി സെൻറ്റർ ആൻഡ് ട്രാൻസ്ഫർ ടു അതർ യൂണിറ്റ്സ് ഓൾസോ. ഓവർസീസുള്ള അതർ യൂണിറ്റ്സിലേക്കും അവർ കളക്ട് ചെയ്തിട്ടുള്ള നോളജും അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളോ സ്ട്രാറ്റജീസോ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൾട്ടിനാഷണലിലും അങ്ങനെ തന്നെയാണ്. നോളജ് ഡെവലപ്ഡ് ആൻഡ് റീറ്റെയിൻഡ് വിത്തിൻ ഈച്ച് യൂണിറ്റ്. അവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ രാജ്യത്തും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആ രാജ്യത്തെ നോളജ് കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തെ ആൾക്കാരുടെ നീഡ്സും അല്ലെങ്കിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് അവരുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് തന്നെ ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ അവർ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ സ്പെസിഫിക് നീഡ് ബെനിഫിറ്റിലേക്ക് മാത്രമാണ് അവിടെ ഒതുങ്ങി നിൽക്കുന്നത്. അതേപോലെ തന്നെ ഗ്ലോബൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോളജ് ഡെവലപ്ഡ് ആൻഡ് റീറ്റെയിൻഡ് അറ്റ് ദി സെൻറ്റർ. എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതൊക്കെ സെൻറ്റർ കൺട്രിയിൽ തന്നെയാണ് അതൊക്കെ റീറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ ട്രാൻസ്നാഷണൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോളജ് ഡെവലപ്ഡ് ജോയിൻ്റ്ലി ആൻഡ് ഷെയർഡ് വേൾഡ് വൈഡ്. ട്രാൻസ്നാഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ബേസ് കൺട്രി ഇല്ലാത്തത് കൊണ്ട് വേൾഡ് വൈഡ് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ വേൾഡ് വൈഡ് തന്നെയാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് എത്നോസെൻട്രിക് ആണ്, ഇൻ്റർനാഷണലും എത്നോസെൻട്രിക് ആണ്. അതേപോലെ തന്നെ മൾട്ടിനാഷണൽ പോളിസെൻട്രിക് ആണ്. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ മിക്സഡ് ആണ് വരുന്നത്. ആൻഡ് ട്രാൻസ്നാഷണൽ എന്ന് പറയുമ്പോൾ ഹോൾ ജോഗ്രഫിക്കൽ ഏരിയ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ജിയോസെൻട്രിക് ആണ്. ഓക്കെ, സോ ഇൻ്റർനാഷണലൈസേഷനെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻസ് പോയിട്ടുള്ളത്. സോ ഓരോ സ്റ്റേജസും ഉണ്ട്, ഓരോ സ്റ്റേജസും കൃത്യമായിട്ട് അതിൻ്റെ രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇൻ്റർനാഷണലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റർ ഗ്രോത്ത് ആണ്, വൈഡർ മാർക്കറ്റ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, എഫക്റ്റ് ഓൺ പെർഫോമൻസ് ഓഫ് എൻ്റർപ്രൈസ്, ജോബ് ക്രിയേഷൻ, അട്രാക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ന്യൂ ടെക്നോളജി ആൻഡ് മെറ്റീരിയൽസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് എപ്പോഴും ഏത് കാര്യത്തിൻ്റെയും ഡിസഡ്വാൻറ്റേജസ് ആണ് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഡിസഡ്വാൻറ്റേജസ് ആണ് പിന്നീട് അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്,
താരിഫ്, കോട്ട, ട്രേഡ് ബാരിയേഴ്സ്, എൻട്രി റിക്വയർമെൻറ്റ്സ്, എക്സ്ചേഞ്ച് ഫെസിലിറ്റി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻ്റർനാഷണലൈസ് ചെയ്യാനായിട്ടുള്ള പല ബാരിയേഴ്സും പല ചലഞ്ചസും നമ്മൾ നേരിടേണ്ടി വരുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻസിനെ കുറിച്ചിട്ടാണ്. ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻസിൽ വരുന്നത് ദ ഡിഗ്രി ആൻഡ് നേച്ചർ ഓഫ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. എത്രത്തോളം ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് ഫേം ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ പറയുന്നത്. ദ അനാലിസിസ് പ്രൊവൈഡഡ് ബൈ വിൻ ഡഗ്ലസ് ആൻഡ് Perlmutter within the framework of the modified EPRG scheme, that is ethnocentrism, polycentrism, regiocentrism and geocentrism. നമ്മളിപ്പോൾ നേരത്തെ ഓറിയൻറ്റേഷൻ നമ്മൾ എന്താ പറയുക ആ ഒരു ടേബിളിൽ ഇതിൻ്റെ ഓറിയൻറ്റേഷനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമുക്കിനി ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. The term ethnocentric orientation means that a company does not differentiate between domestic and foreign markets and applies same techniques in foreign markets which are applied in domestic market. അപ്പം എത്നോസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഡിഫറൻസസും കാണിക്കുന്നില്ല. വാട്ട് തിങ്സ് വി ഫോളോ ഇൻ ദി ഡൊമസ്റ്റിക് കൺട്രി ഈസ് ഫോളോഡ് ഇൻ ദി ഫോറിൻ കൺട്രി. അത്രേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ ഡിഫറൻസസ് ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ എന്താണ് എത്നോസെൻട്രിക് എന്ന് പറയുമ്പോൾ നമുക്കറിയേണ്ട കാര്യം എന്താണ്? ദർ ഇസ് നോ ഡിഫറൻസസ് ബിറ്റ്വീൻ എ ഫോറിൻ മാർക്കറ്റ് ആൻഡ് എ ഡൊമസ്റ്റിക് മാർക്കറ്റ്. വാട്ട് എവർ ഇസ് ഫോളോഡ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ഈസ് ഗിവൻ ഇൻ ദി ഫോറിൻ മാർക്കറ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. The ethnocentric position appears to be appropriate. ഇനി ഇത് ആർക്കാണ് ഏറ്റവും കൂടുതൽ സൂട്ട് ആവുന്നത്? സ്മോൾ കമ്പനി ജസ്റ്റ് എൻറ്ററിങ് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ്. ഓക്കെ, സോ വെരി സ്മോൾ ഞാൻ പറഞ്ഞു വെദർ ദ കമ്പനി ഇസ് ബിഗ് ഓർ സ്മോൾ, if they engage their activities in international business, they are known as international firms. സോ ഈ എത്നോസെൻട്രിക് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ആർക്കാണ് സൂട്ടാവുന്നത്? സ്മോൾ കമ്പനീസ് ഹൂ ഹാവ് ജസ്റ്റ് ബിഗൻ എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ ഹൂ ഹാസ് ജസ്റ്റ് ബിഗൻ ദി ഇൻ്റർനാഷണൽ ബിസിനസ്. സോ തുടക്കക്കാർക്ക് ആദ്യമായിട്ട് ഒരു ചെറിയൊരു കമ്പനിയാണ്. So they have crossed the limit of domestic company. So അവരെന്താണ് ഇൻ്റർനാഷണലി പോകാനായിട്ട് അവർ ആഗ്രഹിച്ചു. അങ്ങനെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള കാര്യമാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ ആണ്. എത്നോസെൻട്രിക് പൊസിഷൻ അപ്പിയേഴ്സ് ടു ബി appropriate for a small company just entering international ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി വരുന്നത് പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ ആണ്. പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോപ്റ്റ് ദ ബിലീഫ് ദറ്റ് എവറി കൺട്രി ഇസ് യൂണിക് ആൻഡ് നീഡ്സ് എ ഡിഫറെൻറ്റ് അപ്രോച്ച് ടു മാച്ച് കൾച്ചറൽ ആൻഡ് സൊസൈറ്റൽ നോംസ്. അതായത് ഓരോ കൺട്രീസും യൂണിക്കാണ്. എനിക്കിത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സീമാട്ടി എന്ന് പറയുന്ന ഷോപ്പ് നിങ്ങൾക്ക് നന്നായിട്ടറിയാം, സീമാട്ടി അല്ലേ? ഈ സീമാട്ടിയുടെ ഓണറിനെയും നിങ്ങൾക്ക് നന്നായിട്ടറിയാം, ബീനാക്കണ്ണൻ. സോ ആൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ വാട്ട് ഷീ ആക്ച്വലി സേസ് ഈസ് what is the USP of സീമാട്ടി എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഡിസൈനിൽ ഒരു കളറിൽ ഒരു പീസേ ഉണ്ടാവുള്ളൂ. ഒരു ഡിസൈനിൽ ഒരു കളറിൽ ഒരു പീസേ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ചില സമയത്ത് ഈ ബാൻഡ് സെറ്റുകാരെ പോലെ എല്ലാവരും മാച്ചിങ് ആയിട്ട് എല്ലാവരും ഇടാറില്ല, ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വരില്ലേ?
ഒരേപോലത്തെ സാരിയൊക്കെ എടുത്തിട്ട് വരാറില്ലേ, ഒരേപോലത്തെ കോമ്പിനേഷൻസ്. ഒരുവിധം കല്യാണങ്ങൾക്കും എല്ലാവരും ഇപ്പോൾ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഒരേപോലത്തെ സാരി എടുത്തിട്ട് നിൽക്കുക. യു വിൽ നെവർ ഗെറ്റ് ഇറ്റ് ഫ്രം സീമാട്ടി, ബിക്കോസ് വാട്ട് ഈസ് ഹർ USP ഈസ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് യൂണിക്. അപ്പോൾ ഒരാൾക്ക് നമ്മളൊരു മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ആ ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ആൾക്ക് സൂട്ടബിൾ ആയതുകൊണ്ടാണ്. സോ അതർ പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ്, another person is different. So make another design or provide her another design or another color which suits her body. That is the USP given by സീമാട്ടി. ബീന കണ്ണൻ്റെ USP ആണത്. അപ്പോൾ അതേപോലെ തന്നെയാണ്, എനിക്കത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്, പോളിസെൻട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് എന്താണ്, ഓരോ കൺട്രിയും യൂണിക്കാണ്. ഈച്ച് ആൻഡ് എവറി കൺട്രി ആർ യൂണിക്. സോ ഇവർ യൂണിക് ആയതുകൊണ്ട് തന്നെ അതാത് കൺട്രീസിലുള്ള പോളിസീസ് അല്ലെങ്കിൽ അവരുടെ നീഡ്സ്, അവരുടെ നോംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. So when you introduce a thing, you consider all those things and then concentrate on that particular country എന്നുള്ളതാണ്. Okay, under this assumption a company uses a country specific business and marketing strategy for successfully developing and building its presence in each country. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും അവരുടെ സ്ട്രാറ്റജിയോ അവരുടെ പോളിസി എല്ലാത്തിലും മാറ്റമുണ്ടായിരിക്കും എന്നുള്ളതാണ് പോളിസെൻട്രിക്കിൽ പറയുന്നത്. The domestic company which are exporting to foreign countries using the ethnocentric approach find at the later stage that the foreign markets need an altogether different approach. Okay, അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനിയിലായിരിക്കുമ്പോൾ നമ്മൾ പതുക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എത്നോസെൻട്രിക് ആയിരിക്കും. അപ്പോൾ എത്നോസെൻട്രിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ രാജ്യങ്ങളും ഓരോ പോലെയാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങളും വ്യത്യസ്തമാണ്, അവിടെയുള്ള നിയമങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ രാജ്യത്തിനും ഒരു ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രാറ്റജിയല്ലേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് വഴിയേ നമ്മൾ മനസ്സിലാക്കും. അതിനനുസരിച്ച് നമ്മുടെ എത്നോസെൻട്രിക് എന്നുള്ളത് മാറി ഏതിലേക്ക് എത്തും, പോളിസെൻട്രിക്കിലേക്ക് എത്തും. ഓക്കെ, and then regiocentric orientation. Regiocentric orientationൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കമ്പനി വ്യൂസ് ഡിഫറെൻറ്റ് റീജിയൻസ് ആസ് ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്. ഓരോ റീജിയനും ഓരോ മാർക്കറ്റാണ്. A particular region with certain important common marketing characteristics is regarded as a single market, ignoring national boundaries. Say for example, ഇപ്പം ഇന്ത്യയിലത്തെ ആൾക്കാരുടെ നീഡ്സും അതേപോലെ തന്നെ അനദർ കൺട്രിയുടെ നീഡും ഏകദേശം ഒന്ന് തന്നെയാണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് കൺട്രീസിന് ബൗണ്ടറീസ് നോക്കാതെ അവർക്കൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മറ്റ് ഇപ്പോൾ സിംഗപ്പൂർ, ചൈന, ഇവരൊക്കെ ഏകദേശം, തായ്ലൻഡൊക്കെ ഏകദേശം ഒരേ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒരേപോലെ ആയിരിക്കാം. സോ അങ്ങനെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരിനൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പാക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ റീജിയൻ വൈസായിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അനാലിസിസ് നടത്തി അവരിനെ ഓരോ ക്ലസ്റ്ററാക്കി ഓരോ റീജിയനാക്കി നമ്മൾ മാറ്റാൻ. സോ അതിനെയാണ് റീജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. കാറ്റഗറൈസേഷൻ ഓഫ് റീജിയൻസ് ആസ് ഇൻഡിവിജ്വൽ മാർക്കറ്റ്സ് മേ ബി ബേസ്ഡ് ഓൺ cultural traits. Example, this Asia Pacific or an economic and political characteristics such as European Union, strategy integration, organizational approach and product policy. ഇത് ഓരോന്നും ഓരോ റീജിയണൽ ലെവലിനെ ബേസ് ചെയ്തിട്ട് ഓരോ റീജിയനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓൾ റീജിയൻസിന് എവറിത്തിങ് സെയിം എന്നുള്ളതല്ല. നമ്മൾ നേരത്തെ അങ്ങനെ വരുമ്പോൾ അത് എത്നോസെൻട്രിക് ആണ്. പോളിസെൻട്രിക് എന്ന് പറയുമ്പോൾ ഓരോ കൺട്രിയും ഓരോ മാർക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്.
ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കൺട്രീസാണ് ഒരുപോലെ അവരുടെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ നോംസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഏകദേശം ഒരുപോലെ പോകുന്നത് അവരിനെയൊക്കെ ഒരു റീജിയനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാം, മറ്റു പലർക്ക് മറ്റു രീതിയിലുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ജിയോസെൻട്രിക് ആണ്. ജിയോസെൻട്രിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിയോസെൻട്രിക് കമ്പനി വ്യൂസ് ദ എൻറ്റയർ വേൾഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ് ആൻഡ് ഡെവലപ്സ് എ സ്റ്റാൻഡേർഡൈസ്ഡ് മാർക്കറ്റിംഗ് മിക്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ജിയോസെൻട്രിക് എന്ന് പറയുമ്പോൾ ദ ഹോൾ വേൾഡ്, ഓക്കെ, ദ എൻറ്റയർ വേൾഡ് ആസ് എന്തായിട്ട് കരുതുന്നത് സിംഗിൾ മാർക്കറ്റാണ്. അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യണത്, എല്ലാത്തിനും സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലുള്ള മാർക്കറ്റിംഗ് മിക്സാണ് ദ ഹോൾ സിംഗിൾ മാർക്കറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊജക്റ്റിംഗ് എ യൂണിഫോം ഇമേജ് ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഫോർ ദി ഗ്ലോബൽ മാർക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പനി എന്താ പറയുക, എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും അവർ ഗ്ലോബൽ വൈസ് ആണ് സെലക്ട് ചെയ്യുക. അവരൊരിക്കലും ഏതെങ്കിലും ഒരു രാജ്യത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യില്ല, പല രാജ്യങ്ങളിലുള്ള ആൾക്കാരിനെയും അവർ സെലക്ട് ചെയ്യും. ഇവർക്കെല്ലാവർക്കും പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ച് അവിടെ ഒരു വരുന്ന ഡെവലപ്മെൻറ്റാണ്, ദ ഹോൾ വേൾഡ് വരുന്ന മാറ്റങ്ങളാണ് ഏതിൽ വരുന്നത്, ജിയോസെൻട്രിക് ഓറിയൻറ്റേഷനിൽ വരുന്നത്. അപ്പം the company select the employees from the entire globe and operate with a number of subsidiaries. The headquarters coordinate the activities of the subsidiaries. Each subsidiary functions like an independent and autonomous company in formulating policies, strategies, product design, human resource policies, operations, etc. എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഓറിയൻറ്റേഷൻ ഓഫ് ദി ഫേമിലെ എത്നോസെൻട്രിക്, പോളിസെൻട്രിക്, റീജിയോസെൻട്രിക് ആൻഡ് ജിയോസെൻട്രിക്കിലുള്ള അവരുടെ കൾച്ചർ, ടെക്നോളജി, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ഓരോരുത്തരിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ ക്ലാസിഫിക്കേഷൻ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ടേബിൾ നമ്പർ 14.3 പേജ് നമ്പർ 279 തന്നിട്ടുണ്ട്. എത്നോസെൻട്രിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൾച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോം കൺട്രിയിലത്തെ പോലെ തന്നെയാണ് എല്ലായിടത്തും. പോളിസെൻട്രിക് ഹോസ്റ്റ് കൺട്രി, റീജിയോസെൻട്രിക് ഒരു റീജിയണലിന് ബേസ് ചെയ്തിട്ടാണ്, ജിയോസെൻട്രിക് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ വൈസ് ആണ്. ഇവരുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എത്നോസെൻട്രിക്കിലാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്ഡ് ഡിറ്റർമൈൻഡ് പ്രൈമർലി ബൈ ദ നീഡ്സ് ഓഫ് ദി ഹോം കൺട്രി കസ്റ്റമേഴ്സ്. അവർ എവിടെയാണോ ഏത് കൺട്രിയാണോ ഫോക്കസ് ചെയ്യുന്നത്, ഡൊമസ്റ്റിക് കൺട്രീനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എത്നോസെൻട്രിക്കിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ അവരുടെ നീഡ്സിനെ ബേസ് ചെയ്തിട്ട്, അവരുടെ രാജ്യത്തുള്ള ആൾക്കാരുടെ നീഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഡിസൈനിങ്ങും കാര്യം ഡെവലപ്മെൻറ്റൊക്കെ വരുന്നത്. സോ ആ പ്രോഡക്റ്റ് തന്നെയാണ് മറ്റ് പല രാജ്യങ്ങളിലേക്കും അവർ കൊടുക്കുന്നത്. സോ അവരുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് അവരുടെ ഹോം കൺട്രി തന്നെയാണ്. പോളിസെൻട്രിക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യും ബേസ്ഡ് ഓൺ ലോക്കൽ നീഡ്സ്. അപ്പോൾ അവിടുത്തെ രാജ്യത്തിലത്തെ ആൾക്കാരുടെ അവരുടെ നീഡ്സ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. റീജിയണൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റാണ് വിത്തിൻ റീജിയൻ ബട്ട് നോട്ട് അക്രോസ് റീജിയൻസ്. ഓരോ റീജിയനിലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് ഉണ്ട്. ഗ്ലോബൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ലോക്കൽ വേരിയേഷൻസോട് കൂടിയിട്ട് ഗ്ലോബൽ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഫിനാൻസിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ്, അതേപോലെ റിട്ടൻഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഇൻ ഹോസ്റ്റ് കൺട്രി, റീഡിസ്ട്രിബ്യൂഷൻ വിത്തിൻ റീജിയൻ ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഗ്ലോബലി എന്നുള്ളതാണ്. പേഴ്സണൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഓഫ് ഹോം, ഇവിടെ പീപ്പിൾ ഓഫ് ലോക്കൽ, റീജിയണൽ പീപ്പിൾ ആൻഡ് ബെസ്റ്റ് പീപ്പിളാണ് ഏതിൽ കൺസിഡർ ചെയ്യുന്നത്, ജിയോസെൻട്രിക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ പൊസിഷൻസ് അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ കയറി വരുമ്പോൾ പല ഇതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതും പല രീതിയിലുമാണ് നമ്മൾ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്നോസെൻട്രിക്, പോളിസെൻട്രിക് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസസ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഒന്നും കൂടിയും പറയാം, എത്നോസെൻട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുക, അത് തന്നെയാണ് നമ്മൾ ലോകം മുഴുവനും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫോറിൻ മാർക്കറ്റ്സിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പതുക്കെ നമുക്ക് മനസ്സിലാവും ഓരോ കൺട്രിയും ഡിഫറെൻ്റ് ആണ്, അപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രാറ്റജി വേണം എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് പോളിസെൻട്രിക് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കൺട്രീസും ഓരോ കൺട്രിയും ഓരോ യൂണിക് ആണെന്നുള്ള കൺസിഡറേഷനോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ഓക്കെ, റീജിയോ സെൻട്രിക് എന്ന് പറയുമ്പോൾ ഓരോ റീജിയൻസ് ആയിട്ട് നമ്മൾ ലോകം മുഴുവനുള്ള നമ്മൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ കൺട്രീസിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓരോ റീജിയൻസിലേക്കും അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ജിയോ സെൻട്രിക് എന്ന് പറയുമ്പോൾ ഗ്ലോബലി ആണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് മൾട്ടിനാഷണൽ കമ്പനീസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. ദാറ്റ് വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാം. താങ്ക് യു. സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.